വീട് സംരക്ഷിക്കാനുള്ള സ്വപ്നങ്ങളുമായി ഒരു ചെറിയ ഗ്രാമത്തിലെ കർഷകൻ നീണ്ട യാത്രയ്ക്ക് തയ്യാറായി. അവന്റെ കയ്യിൽ അവൻ വളർത്തിയ പഴങ്ങളുടെ ഒരു കോഴക്കുലയും. അവ അവന്റെ സമ്പത്തായിരുന്നില്ല, ജീവിതത്തിനുള്ള അടിസ്ഥാനമായിരുന്നു. അവന്റെ ലക്ഷ്യം സമീപ നഗരത്തിലെ വിപണിയിൽ അവനെ വില കൊടുക്കുന്നവരിലേക്ക് എത്തിച്ച് നല്ല വിലയ്ക്ക് വിറ്റൊഴിയുക. യാത്ര തുടങ്ങുമ്പോൾ കർഷകൻ ഉത്സാഹഭരിതനായിരുന്നു. എന്നാൽ റോഡ് കൂപ്പനും തടസ്സങ്ങളും നിറഞ്ഞതാണ്. യാത്രാക്രമത്തിൽ പലപ്പോഴും കുഴിയിലും കല്ലിലും തട്ടി ചില പഴങ്ങൾ കോഴിക്കൂടിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആദ്യം അവൻ നിന്നു വീണ എല്ലാ പഴങ്ങളും കുഴിയിൽ നിന്ന് ശേഖരിച്ചു. പക്ഷേ കുറച്ച് ദൂരത്തിനു ശേഷം വീഴുന്ന പഴങ്ങൾ തിരികെ എടുത്തു വാങ്ങുന്നത് സമയമിച്ചുകൂടാതെ അദ്ദേഹത്തെ കുറച്ചു മടി പോലും പറ്റി. ഒന്നുകിൽ ഞാൻ ഈ യാത്രയെ സമാപിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാം മാറ്റി വീണുപോകാൻ അനുവദിക്കണം, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഇനിയും വീഴുന്ന പഴങ്ങളെ പരിഗണിക്കാതെ തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങി. നഗരത്തിലെ വിപണിയിൽ എത്തുമ്പോൾ കൂപ്പിൽ എല്ലാം ഇല്ലായിരുന്നുവെങ്കിലും അവിടെ മിച്ചമുള്ള പഴങ്ങൾക്ക് കർഷകൻ മികച്ച വില ലഭിച്ചു. ജനങ്ങൾ അവന്റെ കഠിനാധ്വാനത്തെ വിലമതിച്ചു. ഒടുവിൽ ആ പഴങ്ങൾ മാത്രമല്ല, ആത്മവിശ്വാസവും അനുഭവങ്ങളും കൂടി അവന്റെ സമ്പാദ്യമായി മാറി. ജീവിതത്തിന്റെ വഴികളിൽ എല്ലാം നിലനിർത്താൻ ശ്രമിക്കുന്നതിനേയി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുക തന്നെ വലുതാണ്, അദ്ദേഹം സഹധർമ്മിണിയോട് പറഞ്ഞു. ജീവിതത്തിൽ ഉയർന്ന ഉദ്ദേശ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് ചില ചെറിയ നഷ്ടങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് മുന്നിൽ ഉണ്ടാകുന്ന വലിയ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വഴിമധ്യേ നഷ്ടങ്ങൾ വലിയ വിജയങ്ങൾക്കുള്ള പടവുകളായി മാറും.